വെൽക്കം ടു ലേൺ ആൻഡ് അപ്സ്കിൽ ചാനൽ. ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവാൻ പാടില്ല. ഫുള്ളായിട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഇവിടെ തന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് വാച്ച് ചെയ്യണം. അങ്ങനെ കഴിയാത്തവരാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. പിന്നീട് എപ്പോഴാണോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ കഴിയുക, മറ്റുള്ള തോട്ട്സ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇതിരുന്ന് വാച്ച് ചെയ്യാൻ കഴിയുക, അപ്പോൾ മാത്രം ഇത് വാച്ച് ചെയ്യുക. പിന്നെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇത് വാച്ച് ചെയ്യുക. ഇത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാണ്. അപ്പോൾ ജനറേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത് റെക്കോർഡിങ്, രണ്ടാമത്തത് ക്ലാസിഫയിങ്, മൂന്നാമത്തത് സമ്മറൈസിങ്, പിന്നെ നാലാമത്തത് അനലൈസിങ്, അഞ്ചാമത്തെ ഇൻ്റർപ്രിറ്റിംഗ്, ആറാമത്തത് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിന് ഈ 6 കാര്യങ്ങളാണ് മെയിനായിട്ട് പാലിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് യൂണിറ്റ് 1 പിന്നെ പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. അതൊന്നും കൂടി പറയും. അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് എന്താക്കണം, ഒരു 5 പ്രാവശ്യം മെൻ്റലി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് അത് എഴുതുക. പോയിന്റ് 1 റെക്കോർഡിംഗ്, പോയിന്റ് 2 ക്ലാസിഫയിങ്, പോയിന്റ് 3 സമ്മറൈസിങ്, പോയിന്റ് 4 അനലൈസിങ്, പോയിന്റ് 5 ഇൻ്റർപ്രറ്റിംഗ്, പോയിന്റ് 6 കമ്മ്യൂണിക്കേറ്റിംഗ്. ഇപ്പോൾ ഇത് നന്നായി ഫോക്കസ് ചെയ്ത് കേട്ടവരാണെങ്കിൽ നിങ്ങൾക്കത് സെൽഫായിട്ട് പറയാൻ കിട്ടും. ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ഒരു 5 പ്രാവശ്യം സെൽഫായി റിപ്പീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് എവിടെ നോക്കാതെ റെഫർ ചെയ്യാതെ സെൽഫായിട്ട് എഴുതുക. അപ്പോൾ നിങ്ങളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും മുന്നോട്ട് പോകുന്നത്. കൂടുതൽ അറിയാനും ഇതിൻ്റെ മെയിൻ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.